नमस्ते बच्चों, मैं सबको धीरज हिंदी कक्षा से स्वागत करती हूँ। आज हम छठी कक्षा के प्रार्थना नामक एक पाठ पढ़ेंगे। यह एक प्रार्थना गान है। इसके रचयिता के बारे में कोई पता नहीं है। हम पढ़ेंगे प्रार्थना। ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ പ്രാർത്ഥന എന്ന ഒരു പാഠം പഠിക്കാം. പാഠത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ഇതൊരു കവിതയാണ്. കവിതയെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ദേശഭക്തി ഗാനമാണ്. അപ്പം ഈ ഒരു ദേശഭക്തി ഗാനം നമുക്കിന്ന് പഠിക്കാം. ഇതിലെ രചയിതാവാരെന്ന്, ഇതിൻ്റെ കവി ആരെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് യാതൊരു സൂചനയും പറഞ്ഞിട്ടില്ല. എന്നാലും ഇതൊരു നല്ല കവിതയാണ്. നമുക്ക് ഈ കവിത പഠിക്കാം. ഈ കവിതയിലൂടെ കവി ईश्वर से प्रार्थना करते हैं कि उसे माता पिता एवं गुरुजनों का सम्मान करने का वरदान मिले, देश में एकता की भावना बढ़े और सब मिलकर भारत का गुणगान कर सके. എന്താണ് ഈ കവിതയിലൂടെ ഈ കവി പറഞ്ഞിരിക്കുന്നത്? കവി ആരെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ഒരു കവി എഴുതിയ ഒരു കവിതയാണ്. അപ്പം ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ ഗാനത്തിൽ കൂടി, ഈ ദേശഭക്തി ഗാനത്തിൽ കൂടി കവി നമ്മോട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കവി ഈശ്വർ സെ പ്രാർത്ഥന കർത്തേ ഹെ. കവി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഉസേ മാതാ പിതാ ഏവം ഗുരുജനോं का सम्मान करने का वरदान मिले. അവർ പറയുന്നത് അവർക്കൊരു വരദാനം ലഭിക്കണം, ഒരു വരം ലഭിക്കണം. ആരിൽ നിന്നാണ് വരം ലഭിക്കേണ്ടത്? ഈശ്വർ സേ വരദാൻ മിലെ. ഈശ്വരിൽ നിന്നൊരു വരം ലഭിക്കണം. എന്ത് വരമാണ് ലഭിക്കേണ്ടത്? ഉസേ മാതാപിതാ ഏവം ഗുരുജനോं का सम्मान करने का वरदान मिले. അവർക്ക് മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുന്നതിനുള്ള, സമ്മാൻ കർണ റെസ്പെക്റ്റ്, ആദരിക്കാനുള്ള ഒരു വരദാനം. അവർക്ക് മുതിർന്നവരെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ആദരിക്കാനുള്ള മനസ്സുണ്ടാകണം. അതിനുവേണ്ടി അവർക്ക് മനസ്സ് തോന്നിപ്പിക്കാനുള്ള ഒരു വരദാനമാണ് അവർക്ക് വേണ്ടത്. പിന്നെ അവർ പറയുന്നുണ്ട്, ദേശമേ ഏകതാക്കി ഭാവന ബഡേ. നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ദേശത്തിൽ, ഭാരതത്തിൽ ഏകതാക്കി ഭാവന ബഡേ. ഏകത എന്ന് പറഞ്ഞാൽ യൂണിറ്റി, ഐക്യം വർദ്ധിപ്പിക്കണം. ബഡ്ന എന്ന് വെച്ചാൽ ഇൻക്രീസ്, വർദ്ധിപ്പിക്കുക. നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യം, അഖണ്ഡതയൊക്കെ വർദ്ധിപ്പിക്കണം. എന്നിട്ടോ സബ് മിൽക്കർ ഭാരത് കാ ഗുണഗാൻ കർ സകെ. എന്നിട്ട് എല്ലാവരും കൂടി, ഐക്യത്തോടു കൂടി എല്ലാവരും കൂടിയിട്ട് ഭാരതത്തിൻ്റെ ഗുണഗാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണഗാൻ എന്ന് പറഞ്ഞാൽ? ഗുണങ്ങളെ വാഴ്ത്തിപ്പാടുന്ന പാട്ട്. അങ്ങനെ ഭാരതത്തെ വാഴ്ത്തിപ്പാടാനുള്ള ആ ഒരു അവസരം അവർക്ക് നൽകണം എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ, ഈ കുഞ്ഞു കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്. കവി കുട്ടികളെ മാധ്യമമാക്കിക്കൊണ്ടാണ് ഈ പാഠത്തിലൂടെ സംസാരിക്കുന്നത്. എന്താണ് കവി പറയുന്നതെന്ന് നോക്കാം. ईश्वर हमको दो वरदान, गुरुजनों का करे सम्मान, माता पिता का कहना माने, बड़े बुजुर्गों का करे सम्मान, अमीर गरीब सब मिलकर गाए भारत देश का राष्ट्रीय गान, पढ़ लिख कर बने महान, बैठाए देश का मान सम्मान, आपस में हो भाईचारा, नहीं किसी से देश ईर्ष्या, हमें देश को अपना प्यारा, हमें हो एकता का भाव, सब मिल बोले एक जुबान, जय भारत जय हिंदुस्तान. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ കവി പറയുന്നു, ഈശ്വർ, കവി കുട്ടിയായി നിന്നുകൊണ്ടാണ് ഈശ്വരനോട് പറയുന്നത്. ഈശ്വർ ഹംകോ ദോ വരദാൻ. അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് ദോ വരദാനം തരൂ. ദോ എന്ന് പറഞ്ഞാൽ ടു എന്നർത്ഥമുണ്ട്. ഇവിടെ ക്രിയയാണ്, രണ്ടല്ല, ടു അല്ല. ദോ എന്ന് പറഞ്ഞാൽ തരിക. ദേന എന്ന് വെച്ചാൽ തരിക. അതിൻ്റെ തും കർത്താവായിരുന്ന രൂപമാണ് ദോ എന്ന് പറയുന്നത്. അപ്പം ഈശ്വർ ഹംകോ ദോ വരദാൻ. അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്കൊരു വരദാനം തരൂ, ഞങ്ങൾക്കൊരു വരം തരൂ. ബൂൺ
ഗുരുജനൂങ്കാ കരേ സമ്മാൻ. എന്ത് വരദാനമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? ഗുരുജനൂങ്ക, ഞങ്ങളുടെ ഗുരുക്കന്മാരെ, കരേ സമ്മാൻ, ആദരിക്കാനുള്ള ആ ഒരു വരദാനമാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഇന്നുള്ള കുട്ടികൾക്കില്ലാത്ത ഒരു ഗുണവിശേഷമാണ് ഗുരുജനങ്ങളോടുള്ള ആദരവ്. പക്ഷേ ഇവിടെ കവി കുട്ടികളുടെ മാധ്യമത്തിൽ കൂടി ഭഗവാനോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് ഗുരുജനങ്ങളെ ആദരിക്കാൻ മനസ്സ് തോന്നിപ്പിക്കുന്ന ഒരു വരദാനം തരണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വരം തരണം. ഈശ്വർ ഹംകോ ദോ വരദാൻ ഗുരുജനോं का करे സമ്മാൻ. നെക്സ്റ്റ് ലൈൻ. ഇനിയും അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, വരം വേണം. എന്തിനൊക്കെയാണ് അവർക്ക് വരങ്ങൾ വേണ്ടത്? മാതാപിതാ കാ കഹനാ മാനെ, ബഡേ ബുജുർഗോं का करे സമ്മാൻ, അമീർ ഗരീബ് സബ് മിൽക്കർ ഗായേ ഭാരത ദേശ് കാ രാഷ്ട്രീയ ഗാന്. എന്താ പറയുന്നേ? മാതാപിതാക്ക കഹിനാമാനി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസ് പറയുന്നത് മാനിക്കണം, അനുസരിക്കുക. മാനിക്കുക മീൻസ് റെസ്പെക്റ്റ് ചെയ്യുക, ഒബേ ചെയ്യുക എന്നാണ് അർത്ഥം. മാതാപിതാക്ക കഹിനാമാനി, കഹിന പറച്ചിൽ, മാതാപിതാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്ക് മാനിക്കണം, കേൾക്കണം. ദെൻ അതുപോലെ ബഡേ ബുജുർഗോं का करे സമ്മാൻ. ബഡേ ബുജുർഗോ, ബുജുർഗ് എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ആയവരാണ്, വയസ്സരാണ്. ബഡേ എന്ന് വെച്ചാൽ മുതിർന്നവരും വയസ്സായവരും. കരേ സമ്മാൻ, അവരെ ആദരിക്കണം, അപ്പം അച്ഛനമ്മമാരെ മാനിക്കണം, അതുപോലെ മുതിർന്നവരെ എന്ത് ചെയ്യണം? ആദരിക്കണം. അമീർ ഗരീബ് സബ് മിൽക്കർ ഗായി. പിന്നെ പറയുന്നു അമീർ ഗരീബ്. അമീർ മീൻസ് റിച്ച് പീപ്പിൾ, ഗരീബ് പുവർ പീപ്പിൾ. അമീർ ഗരീബ് സബ്, അപ്പോൾ റിച്ച് ആയാലും പുവർ ആയാലും അവരെല്ലാം സബ് മിൽക്കർ, ഒന്നിച്ചായിട്ട്, ടുഗദർ, ഗായേങ്, പാടണം. അപ്പോൾ അമീർ പാവപ്പെട്ടവരും പണക്കാരും ഒന്നു ചേർന്ന് പാടണം. എന്താ പാടേണ്ടത്? ഭാരത് ദേശ് കാ രാഷ്ട്രീയ ഗാന്, ഭാരതത്തിൻ്റെ ദേശീയ ഗാനം പാടണം. അതിനുള്ള വരദാനം ഞങ്ങൾക്ക് തരണം. അച്ഛനമ്മമാരെ അനുസരിക്കാനും മുതിർന്നവനെ ബഹുമാനിക്കാനും പാവപ്പെട്ടവരും പണക്കാരും എന്നുള്ള ഭേദഭാവമില്ലാതെ ഒന്നു ചേർന്ന് നിന്ന് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഗാനം പാടാനായിട്ട്, ദേശീയ ഗാനം പാടാനായിട്ട് ഞങ്ങൾക്ക് വരദാനം തരണം. നല്ല ഒരു റിക്വസ്റ്റാണ് ഭഗവാനോട് നമ്മുടെ കവി മുന്നിലേക്ക് വയ്ക്കുന്നത്. എല്ലാവരും ഒരുപോലെ നിന്ന്, പാവപ്പെട്ടവനെന്നും പണക്കാരനിൽ നിന്നുമുള്ള ഡിഫറൻസ് ഇല്ലാതെ, ഭേദഭാവമില്ലാതെ ഒരുപോലെ നിന്ന് ഭഗവാനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നു ചേർന്ന് ഭാരതത്തിൻ്റെ ദേശീയ ഗാനം പാടാനുള്ള കഴിവ് തരയണമേ. അടുത്ത ലൈനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. പഠ് ലിഖ് കർ ബനെ മഹാൻ, ബഠായേൻ ദേശ് കാ മാൻ സമ്മാൻ, ആപ്പസ് മേം ഹോ ഭായിചാര, നഹീം കിസി സേ ദേശ് ഈർഷ്യ. പഠ് ലിഖ് കർ ബഡേ മഹാൻ. പിന്നെ അവർ ഭഗവാനോട് പറയുന്നുണ്ട്, പഠ് ലിഖ് കർ, ഞങ്ങൾക്ക് പഠിച്ച് മിടുക്കരായി. പഠ് ലിഖ് കർ ബനാന്ന് വെച്ചാൽ പഠിച്ച് മിടുക്കരാകുക. പഠ് എന്ന് വെച്ചാൽ വായിക്കുക, ലിഖെന്ന് വെച്ചാൽ എഴുതുക. പഠ് ലിഖക്കർ എന്ന് വെച്ചാൽ പഠിച്ച് മിടുക്കരാവുക എന്നാണ് അർത്ഥം. ബനെ മഹാൻ, വലിയ മഹാന്മാരാകണം. പിന്നെ ബഡായേൻ ദേശ് കാ മാൻ സമ്മാൻ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ, രാജ്യത്തിൻ്റെ മാൻ സമ്മാൻ അഭിമാനം, മാനവും അഭിമാനം ബഡായെ വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്ക് പഠിച്ച് മിടുക്കരാകണം, മഹാന്മാരാകണം. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. പിന്നീട് ആപ്പസ്മേം ഹോ ഭായിചാര, ഞങ്ങൾക്ക് ആപ്പസ്മേം അന്യോന്യം, ഭായിചാര, എന്താ ഭായിചാര? ബ്രദർഹുഡ്, സാഹോദര്യം വളർത്തണം. നഹീം കിസി സേ ദേശ് ഈർഷ്യ, നഹീം കിസി സേ, ഞങ്ങൾക്ക് ആരോടും ഉണ്ടാകരുത്. ദേശ് ഈർഷ്യ എന്ന് വെച്ചാൽ ജലസി, അസൂയ, കുശുമ്പ്, ഇവയൊന്നും ഞങ്ങൾക്ക് ആരോടും ഉണ്ടാകരുത്. അവർ പറയുന്നു പഠിച്ചവർക്ക് മിടുക്കരാകണം, അതുപോലെ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ അന്യോന്യ സാഹോദര്യത്തോടു കൂടി മറ്റുള്ളവരോടൊന്നും ജലസിയില്ലാതെ, അസൂയയില്ലാതെ ജീവിക്കാൻ അവർക്ക് കഴിയണം. ഇതാണ് മൂന്നാമത്തെ സ്റ്റാൻസയിലൂടെ കവി
ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. പഠ് ലിഖ് കർ ബനെ മഹാൻ, പെഠായേൻ ദേശ് കാ മാൻ സമ്മാൻ, ആപ്പസ് മേം ഹോ ഭായി ചാര, നഹീം കിസി സേ ദ്വേഷ് ഈർഷ്യ. ഇനി അടുത്ത വരികളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹമേൻ ദേശ് ഹോ അപ്നാ പ്യാര, ഹമ്മേം ഹോ ഏകതാ കാ ഭാവ്, സബ് മിൽ ബോലെ ഏക് ജുബാൻ, ജയ് ഭാരത് ജയ് ഹിന്ദുസ്ഥാൻ. അപ്പോൾ കുട്ടികൾ വീണ്ടും പറയുന്നു, ഹമേൻ ദേശ് ഹോ അപ്പനാ പ്യാര, ഹമേൻ ദേശ് അപ്പനാ പ്യാര ഹോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം, പ്യാരാ ഹോ വളരെ പ്രിയപ്പെട്ടതാകണം, ഡിയറസ്റ്റ് ആകണം, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാകണം. അതുപോലെ ഹമ്മേ ഹോ ഏകതാ കാ ഭാവ്, ഹമ്മേം ഏകതാ കാ ഭാവ് ഹോ, ഞങ്ങളിൽ ഐക്യമെന്ന ഭാവം ഉണ്ടാകണം, ഹോ ഉണ്ടാകണം. ഹമ്മേം ഏകതാ കാ ഭാവ് ഹോ, ഞങ്ങൾക്ക് ഐക്യമെന്ന ഭാവം ഞങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വളരെ പ്രിയപ്പെട്ടതാണ് ആവണം, ഐക്യം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഐക്യമെന്ന ഭാവം, ഭാരതീയരാണ് ഞങ്ങൾ ഒന്നാണ് എന്ന ഭാവം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, ആ ഭാവം ഉണ്ടാകണം. പിന്നെന്താ പറയുന്നത്, സബ് മിൽ ബോലെ ഏക് ജുബാൻ, ജുബാൻ എന്ന് വെച്ചാൽ വോയിസ്, സൗണ്ട്, ശബ്ദം. സബ് മിൽ ബോലെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറയാൻ കഴിയണം. ഏക് ജുബാൻ, ഒരേ സ്വരത്തിൽ പറയാൻ കഴിയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരേ സ്വരത്തിൽ പറയാൻ കഴിയണം. ജയ് ഭാരത് ജയ് ഹിന്ദുസ്ഥാൻ, എന്താ പറയേണ്ടത് ഒരേ സ്വരത്തിൽ? ജയ് ഭാരത്, ഭാരതം വിജയിക്കട്ടെ, ജയ് ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാൻ വിജയിക്കട്ടെ. ഈ ഒരു നാര, ഈ ഒരു മുദ്രാവാക്യം മുഴക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയണം. ഈ മുദ്രാവാക്യം മുഴക്കാനാണ് ഞങ്ങളെല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടെ നല്ല കുട്ടികളായി ജീവിക്കാൻ ഞങ്ങൾക്ക് വരദാനം തരണമേ എന്ന് ഈ കുഞ്ഞുങ്ങൾ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. ഹമേൻ ദേശ് ഹോ അപ്പനാ പ്യാര, ഹമ്മേ ഹോ ഏകതാ കാ ഭാവ്, സബ് മിൽ ബോലെ ഏക് ജുബാൻ, ജയ് ഭാരത് ജയ് ഹിന്ദുസ്ഥാൻ. ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നാം ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ കവിത ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് 6ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്നായി മനസ്സിലായി എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ നോട്ട്സ് ഞാൻ അടുത്ത പാഠത്തിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും.